ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഞാൻ എത്തുന്നുണ്ട്. ഈ ഒരു ചാനലിൽ മാത്രമല്ല, അല്ലു സ്റ്റോറീസ് എന്നൊരു ചാനലിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കയറി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ അരികിലേക്ക് കിഷോറും അവർണികയും കൂടി എത്തുകയാണ്. അവർണികയാണ് ആദ്യം കയറി വന്നത്. അവർണികയെ കണ്ടതും ഗീതു ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പക്ഷേ കിഷോറൂടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ. അങ്ങനെ അവരോട് വന്ന് ഇരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ കിഷോർ ഇരിക്കുന്നില്ല. കിഷോർ അവിടെ നിൽക്കുകയാണ്. കിഷോർ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഗീതു ആണെങ്കിൽ ആ കസേരയിലേക്ക് അങ്ങോട്ട് ചാരി അങ്ങോട്ട് ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, എൻ്റെ സ്റ്റാഫാണെന്ന് കരുതി ഓവർ റെസ്പെക്റ്റ് ഒന്നും വേണ്ട, ഇരിക്കണം. അപ്പോൾ അവർണിക പറഞ്ഞു, ഗീതാഞ്ജലി അല്പം സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ കിച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണിക്കുന്നത് ഓവർ റെസ്പെക്റ്റ് ഒന്നുമല്ല, റിയൽ റെസ്പെക്റ്റ് തന്നെയാണ്. അപ്പോഴേക്കും ഗീതാഞ്ജലി ഒന്ന് പുച്ഛിച്ചിരിക്കുക. ഞാൻ വളരെ സോഫ്റ്റായിരുന്നു അവർണിക, വളരെ സോഫ്റ്റ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ റഫായി പോകുന്നതാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയത് അതിങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതും കിഷോറിനെ നോക്കി തന്നെയാണ് പറയുന്നത്. എന്ത് കരുതി ഞാൻ എല്ലാവരോടും അങ്ങനെയൊന്നും ആവണമെന്നില്ല. കിഷോർ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് ഗീതുവിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ ഉണ്ട്. കിഷോർ ഇരിക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കിഷോർ ഇരിക്കാതെ ഇങ്ങനെ നിന്നു. അപ്പോൾ അവർണികയും പറഞ്ഞു ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കിഷോർ ഇരുന്നു കേട്ടോ. തയ്യാറാക്കിയ ജോയിനിങ് റിപ്പോർട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് ഞാൻ ശരിയാക്കാൻ വേണ്ടി കൊടുത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർണെ പറഞ്ഞാൽ എനിക്ക് തോന്നി അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഞാനത് ക്ഷമിക്കും. പക്ഷേ മനഃപൂർവ്വം തെറ്റുപറ്റിച്ചാൽ ഞാനത് ക്ഷമിക്കാറില്ല. കിഷോറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോഴേക്കും കിഷോർ പറഞ്ഞു, മാഡം പറഞ്ഞോളൂ. ഞാൻ പറയേണ്ട സമയത്ത് പറയും. അത് കിഷോർ കേൾക്കുകയും വേണം, കേൾക്കുകയും ചെയ്യും. അവർണയ്ക്കാണെങ്കിൽ പകുതി മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവർക്കിടയിലുള്ള പ്രശ്നം നമ്മുടെ അവർണയ്ക്ക് അറിയത്തില്ലല്ലോ. റിപ്പോർട്ട് വന്നാൽ ഉടനെ കിഷോറിന് സൈൻ ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ കിഷോർ തല കൊടുക്കുക. ആ സമയത്താണ് നമ്മുടെ കിഷോറിനൊരു കോള് വരുന്നത്. കിഷോർ ഒന്നും നോക്കാതെ ഓഫീസിൽ നിന്ന്, ഹലോ ബിജു, ആടാ ഞാനിപ്പോൾ AGMൻ്റെ ഓഫീസിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങ് ചാടി കഴിഞ്ഞിട്ട് കിഷോർ എന്നും പറഞ്ഞിട്ട്, എന്താണ് പറഞ്ഞിക, ഹസ്ബൻഡിന് സാമാന്യ മര്യാദ എന്തെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ? ഓഫീസിൽ സുപ്പീരിയർ ഓഫീസർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന സ്റ്റാഫ് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെ, ഒരു അനുവാദം പോലും ഇല്ലാതെ ഫോണിൽ സംസാരിക്കുന്നത്? അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവർണിക ഈ കിഷോറിൻ്റെ ഫോൺ അങ്ങോട്ട് മേടിച്ച് മാറ്റി വെക്കുക കേട്ടോ. സോറി ഗീതാഞ്ജലി, സോറി. കിഷോറിന് വേണ്ടി സോറി പറയുന്നതും അവർണികയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗീതു. അപ്പോഴേക്കും കിഷോർ, സോറി മാഡം, സോറി. അപ്പോൾ തന്നെ ഗീതു ഒന്ന് തണുത്തു കേട്ടോ. വീണ്ടും കിഷോറിന് കോള് വരികയാണ്. കിഷോർ എന്ത് ചെയ്തു, അവർണികയുടെ കയ്യിലാണ് ഫോൺ. അവർണിക അത് ഓഫ് ചെയ്തു. അതെ, എക്സ്ക്യൂസ് മീ ഗീതാഞ്ജലി, ഒരു അർജൻറ്റ് കോളാണ്. അവർണിക ഇവിടെ ഇരുന്ന് സംസാരിച്ചോളൂ. വേണ്ട, ഞാൻ പുറത്ത് പോയിരുന്ന് സംസാരിച്ചോളാം, നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ അവർണികയുടെ ഫോണിലാണ് വന്ന കോള്. ആ ഫോണുമായിട്ട് അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഗീതു അവിടെ ഇരുന്നു, കിഷോർ അവിടെ നിൽക്കുകയാണ്. രണ്ടുപേരും ഒറ്റയ്ക്കാണ്. അപ്പോഴേക്കും കിഷോർ നിൻ്റെ നിപ്പ് കണ്ടപ്പോഴേക്കും ഗീതു പെട്ടെന്ന് ഇരിക്കുക എന്ന രീതിയിൽ നിന്ന് മോളിയിട്ടാ. എന്തായാലും കിഷോർ നോക്കുകയാണ്, അവർണിക പോയോ, അവർണിക കയറി വരുമോ എന്നൊക്കെ അറിയത്തില്ല, ഒന്ന് നോക്കുക. എന്തായാലും നമ്മുടെ കിഷോർ പതുക്കെ അവർണികയൊന്നും ഇല്ലയെന്ന് തക്കം നോക്കി പതുക്കെ ആ ടേബിളിലേക്ക് ചാരി നിന്നിട്ട്, ഗീതു നീ ഇനി ഇങ്ങനെ എന്നെ ഇഞ്ചായിട്ട് കൊല്ലല്ലേ. അത്രയ്ക്ക് ഗതി കെട്ടത് കൊണ്ടാണ് എനിക്കിവിടേക്ക് വരേണ്ടി വന്നത്, നിൻ്റെ സ്റ്റാഫായിട്ട് വരേണ്ടി വന്നത്. അപ്പോഴേക്കുണ്ടല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദിൻ്റെ ക്യാബിനിലിരിക്കാം. പ്ലീസ് ഗീതു, സംഭവിച്ചു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയുക, നിൻ്റെ കാല് പിടിച്ച് ഞാൻ ക്ഷമ പറയാം, പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം, എന്നോട് ക്ഷമിക്കോ. ഗീതുവിൻ്റെ മുഖഭാവമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗോവിന്ദ് കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഗീതു വന്നിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു കേട്ടോ. ഗീതു എഴുന്നേറ്റ് ഇവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഗോവിന്ദും കാത്തിങ്ങനെ നിൽക്കുക. നമ്മുടെ ഗീതു ചോദിച്ചു, താൻ എന്താ വിളിച്ചേ? ഗീതുന്നോ? നീന്നോ? അതെങ്ങനെയാണ് വിളിക്കണേ? ഞാൻ ഈ കമ്പനിയുടെ വൈസ് ചെയർമാനാണ്, മറന്നുപോയോ താനത്? നിൻ്റെ ബോസാണ് ഞാൻ, മറന്നുപോയോ നീ? കോൾ മീ മാഡം എന്ന് പറഞ്ഞു.
നമ്മുടെ ഗീതാഞ്ജലി അങ്ങനെ വിളിച്ച് പഠിച്ചോണം നീയ. അപ്പോഴേക്കും കിഷോർ തലയും കുനിച്ച് പിടിച്ച് നിൽക്കുക. നിൻ്റെ കഴിവും ഒന്നും എനിക്ക് വേണ്ട. വിധി നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എനിക്ക് ചവിട്ടി തേക്കാൻ വേണ്ടിയിട്ടാണ്. വിളവെടുപ്പിനാണ്. നീ വിതച്ചത് നീ കൊയ്യും. പകയുടെ വിളവെടുപ്പിനാണ് നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ നീ എൻ്റെ സ്റ്റാഫ്, വെറും അടിമ. ഇന്നു മുതൽ നീ എൻ്റെ അടിമ മാത്രമാണ്. അപ്പോഴേക്കും കിഷോർ അന്തം വിട്ട് ഗീതാഞ്ജലി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗീതാഞ്ജലിയുടെ ഇങ്ങനെയൊരു ഭാവമേ നമ്മുടെ കിഷോർ കണ്ടിട്ടില്ല. ആ ഒരു അന്തം വിടലാണ് കേട്ടോ നമ്മുടെ കിഷോറിൻ്റെ മുഖത്ത്. ഇതൊക്കെ കണ്ട് ഗോവിന്ദ് ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. ഇത്രയും നാൾ അവളുടെ മനസ്സിൽ അടക്കി വെച്ച പക അവൾ പതുക്കെ തീർക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ കസേരയിലേക്ക് ചാരിയിരുന്ന് തലയുടെ പുറകിലെ കൈയൊക്കെ വെച്ചിട്ട് ആ പകയുടെ സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഗീതു നേരെ തൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് ജോയിനിങ് റിപ്പോർട്ട് ഇവിടെ തരാനായിട്ട് സുവർണ മേഡം പറഞ്ഞു എന്നും പറഞ്ഞാൽ ആ ജോയിനിങ് റിപ്പോർട്ട് അവിടെ വെച്ചു. അപ്പോഴേക്കും നിൽക്കുക, ജോയിനിങ് റിപ്പോർട്ട് എൻ്റെ കൈ തരാനായിട്ട് സുവർണയോടാണ് ഞാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ടുമായിട്ട് സുവർണ തന്നെ എൻ്റെ മുന്നിലെത്തണം. ഇത് കൊണ്ടോക്കോ. അങ്ങനെ ആ സ്റ്റാഫ് ആ റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. സുവർണയ്ക്ക് ഗീതുവിൻ്റെ മുന്നിൽ വരാൻ എന്താ ഇത്ര പേടി, എന്താ ഇത്ര മടി? ആ സമയത്ത് നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് കയറി വരികയാണ്. കിഷോർ കുനിഞ്ഞു പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അവർണിക കയറി വന്നു. അവർണിക ആ സീറ്റിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും കിഷോറിൻ്റെ ഈ മുഖം കണ്ടിട്ട് അവർണിക ചോദിച്ചു എന്താ? അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, അവർണിക താൻ എൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിന് എന്നെ പേര് വിളിക്കാം, അടുപ്പം പോലെ ഫ്രണ്ടിന് മറ്റെന്തും വിളിക്കാം. പക്ഷേ അതുപോലെ ഒരു സ്വാതന്ത്ര്യം ഞാൻ മറ്റാർക്കും കൊടുക്കുമെന്ന് അവർണിക വിചാരിക്കരുത്. അതുകൊണ്ട് ഹസ്ബൻഡിനെ ആദ്യം മര്യാദ പഠിപ്പിക്കണം, അതാണ് ആദ്യമായിട്ട് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് സ്വന്തം സ്ഥാപനമല്ല എന്നും മേലധികാരികളോട് എങ്ങനെ റെസ്പെക്റ്റോടു കൂടി പെരുമാറാമെന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർണിയോ കിഷോറിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കിഷോറിന് ഒരു സ്റ്റാഫ് പാലിക്കേണ്ട മര്യാദകൾ അത്ര വശമില്ല എന്നെനിക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇയാളുടെ കഴിവുകൾ കമ്പനിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് മാത്രമാണ്. അപ്പോഴേക്കും അവർണിക പറഞ്ഞു, ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇന്ന് ജോയിൻ ചെയ്താൽ ആദ്യം ഞാൻ തരുന്ന വർക്ക് AGM IT സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രൊജക്റ്റ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് റെഡിയാക്കി എത്രയും വേഗം എന്നെ ഏൽപ്പിക്കണം. അപ്പോഴേക്കും അവർണിക പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയിലെ കിച്ചു ജോയിൻ ചെയ്ത ഉടൻ ഗീതു ഉദ്ദേശിച്ച പോലെ ഒരു ഡെവലപ്പ് പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ ഒരൊറ്റ പ്രൊജക്റ്റ് റിപ്പോർട്ടിലാണ് കിച്ചുവിലുള്ള എൻ്റെ വിശ്വാസത്തിന് കാരണം. കിച്ചു തയ്യാറാക്കിയ ആ സൂപ്പർ പ്രോജക്റ്റ് പ്ലാൻ ഇവിടെയും ഉപയോഗിക്കാം. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, ആ സാധനം AGMൻ്റെ പരിസരത്ത് പോലും അടുപ്പിച്ചേക്കരുത്. ആ പ്ലാൻ തന്നെയാണല്ലോ, ആ പ്രൊജക്റ്റ് ആയിരിക്കുമല്ലോ നിങ്ങളുടെ സ്ഥാപനം എട്ടല്ലേ പൊട്ടാൻ കാരണം. നിങ്ങളിവിടെ വന്നിരിക്കേണ്ട അവസ്ഥ. അതേപോലെ പൊട്ടിക്കാനുള്ളൊരു പ്ലാനുമായിട്ട് കിഷോർ ഇങ്ങോട്ട് വരണ്ട. ആ ഒരു പ്രൊജക്റ്റ് വേണ്ട. ഈ ശരിക്കും ഡെവലപ്പ് ചെയ്യാനുള്ളത് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ അവർണിക പറഞ്ഞു, അവർണിക പറഞ്ഞു, ഗീതാഞ്ജലിക്ക് AGM വൈസ് ചെയർമാൻ്റെ ഗൗരവം മാത്രമല്ല ഹ്യൂമർ സെൻസും ഉണ്ട്. ഈ ഹ്യൂമർ സെൻസ് ഞാൻ എൻ്റെ സ്റ്റാഫുകളുടെ കാര്യത്തിൽ കാണിക്കാറില്ല കേട്ടോ. അവർക്ക് മുന്നിൽ ഞാൻ സെൻസിബിളാണ്, കണ്ണിങ് ആണ്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഞാൻ റിബലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ പല ഭാവങ്ങളും നിങ്ങളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുക. ഇതെല്ലാം കിഷോറിനെ നോക്കിയാണ് ഇങ്ങനെ പറയുന്നത്. കിഷോറിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോഴേക്കും അവർണിക അതൊക്കെ ചിരിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അത് ചിരിക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗീതുവിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. ആ സമയത്താണ് വരുൺ അങ്ങോട്ടേക്ക് വന്നിട്ട് ഗീതുവിൻ്റെ അഹങ്കാരം നിർത്തണമെന്നൊക്കെ പറഞ്ഞ് അവൾ ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ കാണിക്കുന്ന അപമര്യാദയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മേത്തും കുതിര കയറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ വന്നു. അപ്പോൾ വരുൺ നീ ഇരിക്കുക. അപ്പോൾ കൂടെ സുവർണയും വന്നിരുന്നു കേട്ടോ. അപ്പോൾ കിഷോറിൻ്റെ ജോയിനിങ് റിപ്പോർട്ട് കൊടുത്തോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോയിനിങ് റിപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു, ഞാനത് റെഡിയാക്കി കൊടുത്തതാണ്. ഗോവിന്ദ് സാറിൻ്റെ പേരിലല്ല, തൻ്റെ പേരിൽ ലെറ്റർ തരണമെന്ന് അവൾ ആവശ്യപ്പെട്ടു എന്ന് സുവർണ പറഞ്ഞപ്പോൾ ഏതവൾ? അത് ഗീതാഞ്ജലി. അവൾ വാശി പിടിച്ചപ്പോൾ ഞാൻ ആ പേര് മാറ്റി കൊടുത്തിട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ നേരിട്ട് ചെന്ന് ക്യാബിനിൽ അത് എത്തിക്കണം എന്നാണ്. അപ്പോഴേക്ക് വരുൺ പറഞ്ഞു, അത് തന്നെ ഞാനും പറഞ്ഞത്, അഹങ്കാരം തുടങ്ങിയെന്ന്. സാറ് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവൾ ഓഫീസ് പ്രവർത്തനം അവൾ താറുമാറാക്കും.
അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ചോദിച്ചു, സുവർണ ഇപ്പോൾ എത്ര തവണ ഗീതുവിനെ അവളെന്ന് വിളിച്ചു? അപ്പോഴേക്കും വരുൺ ഇങ്ങനെ നോക്കുക സുവർണയെ. അവളെ ഇവളെന്ന് വിളിക്കാൻ സുവർണയുടെ ചെല്ലക്കുട്ടിയാണോ ഗീതു? AGM ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ് ഗീതു, വൈസ് ചെയർമാൻ. സുവർണ അന്തപ്പെട്ട് വരുണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. മര്യാദ കെട്ടൊരു വാക്കിനി അവരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഈ സ്ഥാപനത്തിലുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? സോറി സർ, ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞവൾ നമ്മുടെ സുവർണ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മനസ്സിലായി നമ്മുടെ വരുണിനും സുവർണയ്ക്കും എല്ലാ കാര്യങ്ങളും. ഗീതു പറഞ്ഞതുപോലെ സുവർണ തന്നെ കാര്യങ്ങളൊക്കെ ഗീതുവിൻ്റെ കയ്യിലെത്തിച്ചു കൊടുക്കണം. ഇനിയുള്ള എന്ത് കാര്യവും ഗീതു ആവശ്യപ്പെട്ടാൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്തോളണം. ശരി സാർ, യെസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുവർണ അങ്ങ് പോവുക. സുവർണയുടെ പൊക്കണം പറഞ്ഞു. വരുൺ അവിടെ ഇരിക്കട്ടെ. വരുൺ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. ഇത് എന്താണ് ഗോവിന്ദേട്ടന് സംഭവിച്ചത്, ഇത് ശരിയല്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് വരുൺ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഏട്ടൻ ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്തിനാണ് ഏട്ടൻ ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചതല്ലേ ഉള്ളൂ, ഡിവോഴ്സൊന്നും ആയില്ലല്ലോ, അവൾ ഇപ്പോഴും ഇവിടുത്തെ വൈസ് ചെയർമാൻ തന്നെയാണ്. അപ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഗീതു ഇപ്പോൾ ഗോവിന്ദേട്ടനെ കാണുന്നത് ശത്രുവിൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, തകർച്ചയ്ക്ക് വേണ്ടിയിട്ടേ ഗീതു പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരാളെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തുന്നത് നമുക്ക് അപകടമാണ്. എത്രയും വേഗം ഡയറക്റ്റ് ബോർഡ് കൂടി ഗീതുവിനെ പുറത്താക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും വരുണിനോട് ഗോവിന്ദ് പറഞ്ഞു, ഇത്രയും ഭാരിച്ച കാര്യങ്ങളൊന്നും നീ ഉപദേശിക്കണ്ട, അതിനൊക്കെ അമ്മയുണ്ട്, മനസ്സിലായോ? ഡിവോഴ്സിൻ്റെ കാര്യം നീയായിരുന്നു സുവർണയോട് പറഞ്ഞത്. അപ്പോഴേക്കും വരുൺ ഇന്ന് വെള്ളം വിഴുങ്ങുക. അപ്പോൾ അതറിഞ്ഞുകൊണ്ടായിരിക്കും ഗീതുവിനെ അവൾ അടിച്ച് താഴ്ത്തി സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തത് അല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, സുവർണയെ നീ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. നീ അവളുടെ വക്കീലും ആവണ്ട, നിൻ്റെ വക്കാലത്തും വേണ്ട. നിനക്കൊരു ഭാര്യയുണ്ട്, ഒരു ഭാര്യ, അത് മതി. ഗോവി ഇതൊരു താക്കീത് പോലെയാണ് പറഞ്ഞത്. ഞാൻ ഇനി കൂടുതൽ പറയണ്ടല്ലോ അല്ലേ? നമ്മുടെ വരുണിൻ്റെ തൃപ്തിയായി. പുള്ളിക്കാരൻ പതുക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങാം. ഒരു കാര്യം കൂടി, കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഗീതു എൻ്റെ ഭാര്യ തന്നെയാണ്. അത് കിട്ടുന്നത് വരെ, ആ ഒരു നിമിഷം വരെ ഗീതുവിനെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുൺ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു, അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ വരുണേ, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കാണും, സ്നേഹത്തോടെ തന്നെ പറയുകയാണ്, അതൊന്നും ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കരുത്. അപ്പോഴേക്കും ഗോവിന്ദേട്ടാ സോറി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുൺ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മിയും ഗീതുവും തമ്മിൽ കണ്ടുമുട്ടുക. ഗീതു ഭയങ്കര സന്തോഷത്തിൽ ഒരു പുഴയോരത്തിലാണ്. പുഴയിലേക്കൊരു കല്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൾ കൂന്ന് പറഞ്ഞിട്ട് കാറിക്കൊണ്ടിരിക്കുക കേട്ടോ. വിജയലക്ഷ്മി ഇതൊക്കെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ മുഖത്ത് ആദ്യമായിട്ടല്ലേ മാം ഇത്ര സന്തോഷം കാണുന്നത്? അതൊക്കെ അതെ, നിൻ്റെ ജീവിതാഭിലാഷങ്ങളെ തകർത്ത് കളഞ്ഞവനെ കാൽ കീഴിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗീതു പുഞ്ചിരിക്കുക. അതെ, നിൻ്റെ സന്തോഷം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഇതിൽ പരം സന്തോഷം നിനക്ക് ഉണ്ടാവില്ല എന്നും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, അതെ, 4 വർഷം പ്രാണനെ പോലെ സ്നേഹിച്ചവനാണ് ഒറ്റ ദിവസം കൊണ്ട് എന്നെ വിൽപ്പന വസ്തുവാക്കി വെച്ച് മറ്റൊരു പെണ്ണിനൊപ്പം ജീവിതം തുടങ്ങിയത്. ഞാൻ പിന്നെ അവനെന്താ ചെയ്യേണ്ടത്? അവൻ നേടിയതൊക്കെ നഷ്ടപ്പെടുത്തി ഗതികെട്ട് എൻ്റെ മുന്നിൽ വന്നവനിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സന്തോഷിക്കണ്ടേ? ഞാൻ സന്തോഷിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ്. പക എപ്പോഴും അവളുടെ കണ്ണിലുണ്ട്. ഞാനിപ്പോൾ കിഷോറിന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഉയരത്തിലാണ്. ജയിച്ച് നിൽക്കുകയാണ് ഞാൻ. ഇതാണോ മാം കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് പറയുന്നത്? അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് സാഹിത്യത്തിൽ പരിജ്ഞാനം കുറവാണ്, ഞാൻ പഠിച്ചത് വെറും സംഗീതം മാത്രമാണ്. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഒന്ന് പുഞ്ചിരിക്കുക കേട്ടോ. പുഞ്ചിരിക്കല്ല, ചിരിക്കുക. ഇന്നിപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, നീ ഇനി ചെയ്യേണ്ടത് AGM IT സൊല്യൂഷന് വേണ്ടിയിട്ട് കിഷോർ തയ്യാറാക്കിക്കൊണ്ട് വരുന്ന ആ പ്രോജക്റ്റ് പ്ലാൻ നല്ല വൃത്തിയായി പൊളിച്ചടിക്കുക, അവൻ്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും ഗീതാഞ്ജലി പറഞ്ഞു, അതിലൊരു അപകടം ഉണ്ടല്ലോ. എനിക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, നോ ഐഡിയ. അതോർത്ത് നീ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. നീ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കക്ഷി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ സെറ്റാക്കി തന്നോളാം എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ പറയുക കേട്ടോ. തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടെത്തി
ഏറ്റവും മികച്ച ഡെവലപ്മെൻറ്റ് പ്ലാൻ പോലും ഒന്നിനും കൊള്ളാത്ത ഒരു ചവറാണ് എന്ന് തെളിയിച്ചു തരുന്ന ഒരാൾ. ആഹാ, പുതിയൊരാൾ എൻട്രി ആവാൻ പോവാണോ? എന്തായാലും എൻ്റെ ശിഷ്യയാണ് സാന്ദ്ര. അപ്പോഴേക്കും ആഹാ ഇപ്പോൾ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ പറയാം, കിഷോർ നിന്നെ ഏൽപ്പിക്കുന്ന പ്ലാന് എനിക്ക് അയച്ചു തന്നാൽ മതി, അതിനെ എങ്ങനെ എടുക്കണമെന്ന് സാന്ദ്ര പറഞ്ഞു തന്നോളൂ. അപ്പോഴേക്കും നമ്മുടെ ഗീതു ആണെങ്കിൽ വിജയലക്ഷ്മിനെ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെക്കുക കേട്ടോ, ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും മാം പഠിച്ചതേ സംഗീതമാണോ അതോ പാരവെപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി ഒന്ന് നോക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. രണ്ടുപേരോട് എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മി ഗീതുവിനെ ചേർത്തെടുത്തിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചത് സ്നേഹിക്കാനാണ്, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു സ്നേഹമാണ് എൻ്റേത്. ഞാൻ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചതെല്ലാം എൻ്റെ കൈവിട്ട് പോയി, എൻ്റെ കൈവെള്ളയിൽ നിന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം. അറിയാണ്ട് കൈവിട്ട് പോയതല്ല, എൻ്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം തട്ടിയെടുത്ത് ചിലരൊക്കെ കൂടി ചവിട്ടി അരച്ചതാണ്, ഇല്ലാതാക്കിയതാണ്. നഷ്ടപ്പെട്ടു പോയതിന് പകരമായിട്ട് എനിക്ക് സ്നേഹിക്കാൻ ഈശ്വരൻ തന്നതാണ് നിന്നെ. ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന സംഗീതം പോലെ ഞാനിപ്പോൾ നിന്നെയും ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. നിൻ്റെ വിജയം അതിപ്പോൾ എൻ്റേതാ. നീ എവിടെയെങ്കിലും തോറ്റാൽ അത് എൻ്റെ കൂടി പരാജയമാണ് ഗീതോ. അതുകൊണ്ട് നീ ഒരിക്കലും ഒരിടത്തും തോക്കാൻ പാടില്ല, ഒരിടത്തും തോൽക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ കാരണം മാം ഒരിടത്തും പരാജയപ്പെട്ട് നിൽക്കില്ല. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് ഈ ഒരു ഉറപ്പ് മതി, എന്നാൽ ഞാൻ പൊക്കോട്ടെ മാഡം. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് നാളെ പോകും. അപ്പം ബാംഗ്ലൂരിലേക്കാണോ പോകുന്നത്? അല്ല, ഇവിടെ തന്നെ ഞാൻ മറ്റൊരിടത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി പറയുന്നില്ല വീട് മാറുന്ന കാര്യമൊന്നും. അവൾ മനഃപൂർവ്വം ചോദിച്ചുമില്ല. ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങ് പോകാനായിട്ട് അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് ആലോചിക്കുക, തറവാട്ട് വീട്ടിലേക്ക് താമസം മാറുന്ന കാര്യം മേഡം എന്നോട് എന്താ പറയാത്തെ? അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി, അതെ ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ വഴിക്ക് വാ. അതെ നാളെ നമുക്ക് ഒരുമിച്ചൊരിടം വരെ പോകണം എന്ന് വിജയലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതി ചോദിച്ചു, എവിടെ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം രാവിലെ, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്, അത് അവിടെ തരും. എന്നാൽ ഞാൻ നാളെ മാമിന് ഒരു സർപ്രൈസ് തരുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, കുറേ ദിവസം ഉണ്ടായിട്ട് ഞാൻ ആരാണെന്നോ എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നോ കണ്ടുപിടിക്കാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ കണ്ടുപിടിക്കും, സർപ്രൈസ് തരും, ഞെട്ടിക്കും എന്നൊക്കെ എന്നോട് വാചകം അടിച്ചതല്ലേ. ആ വാചകം അടിക്കൽ മാത്രമല്ലേ മിച്ചമുള്ളൂ. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, മേഡം ആരാണ് എന്താണെന്ന് അന്വേഷണം ഞാൻ നിർത്തി. അയ്യോടാ അതെന്ത് പറ്റി? ചെന്നെത്തുന്ന വഴികളൊക്കെ ബ്ലോക്കാണ്, ആരും പറയണില്ല. വെറുതെ സസ്പെൻസ് ഇടാതെ എന്നോടുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ഇനി എന്തിനാ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തണേ എന്ന് ഗീതി ചോദിച്ചപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, ഒറ്റ വാചകത്തിൽ എനിക്ക് ഞാൻ ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ പറ്റും, പക്ഷെ അത് പോരാ ഗീതു, നീ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു വാചകത്തിലല്ല, ഒരുപാട് അർത്ഥങ്ങളിൽ നിനക്ക് എന്നെ മനസ്സിലാകും എന്നിങ്ങനെ പറയുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. സി ഓക്കെ, താങ്ക് യു.